നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരതം എന്ന പദ്ധതിയെ അപമാനിച്ചു മലയാള മനോരമ അച്ചടിപത്രം. ആത്മനിർഭർ ഭാരത് അല്ല, ആമനിർഭർ എന്ന് പരിഹസിച്ച് മനോരമയുടെ തലക്കെട്ട്. കേന്ദ്ര ബജറ്റിനെ വിമർശിക്കാൻ മനോരമ അച്ചടിപത്രം നരേന്ദ്രമോദിയുടെ കാർട്ടൂൺ സഹിതം ആമനിർഭർ കേരളം എന്ന് അച്ചടിച്ച വിതരണം നടത്തിയിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒരു വലിയ പദ്ധതി തന്നെയാണ്. ഒരു മാധ്യമത്തിന് ചേർന്ന പരിപാടിയാണോ മനോരമ ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ആത്മനിർഭർ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ പദ്ധതി, രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, ലോക രാഷ്ട്രങ്ങൾ പോലും സല്യൂട്ട് ചെയ്യുന്ന ഒരു പദ്ധതി. ആ പദ്ധതി വെറും ഒരു ചീള് കേസ് പോലെ അവതരിപ്പിക്കാനാണ് മനോരമ കൂട്ടുനിന്നത്. മനോരമ ഇവിടെ ചെയ്തിരിക്കുന്നത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമാണ്. ശരിക്കും ഒരു ബഡ്ജറ്റ്, അത് കഴിഞ്ഞ ദിവസം വന്ന ബഡ്ജറ്റ് നിരാശ സമ്മാനിച്ചു എന്ന വസ്തുത ഒരിക്കലും തള്ളിക്കളയുന്നില്ല. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ബജറ്റ് അത് കേരളത്തിന് സമ്മാനിച്ചത് നിരാശ തന്നെയാണ്. എന്നാൽ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ, ഇത്തരം വാർത്തകളെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അവിടെ വിഘടനവാദമല്ല മുന്നിട്ട് നിൽക്കേണ്ടത്. നിഷ്പക്ഷതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അവരുടെ വിമർശനങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുക, അതുമാത്രമാണ് ചെയ്യാവുന്നത്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുമ്പോൾ അവർ ചെയ്യുന്നത് രാജ്യത്തെ ജനങ്ങളെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളെയും തമ്മിൽ അടുപ്പിക്കുക എന്ന നയം തന്നെയാണ്. ഒരു മാധ്യമത്തിന് ചേർന്നതാണോ ഇത് എന്നത് അവർ തന്നെ ചിന്തിക്കുന്നത് വളരെ നന്ന്. നിഷ്പക്ഷതയോടെ അവർക്ക് വിമർശിക്കാം. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നു ബജറ്റ് എന്ന പ്രസ്താവനകൾ നടത്താം. അതിൽ കവിഞ്ഞ് രാജ്യത്തിന്റെ കരുത്തായി ഇപ്പോൾ നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന, രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ ഇത്രയധികം കരുത്താർജിപ്പിക്കുന്ന ഒരു പദ്ധതിയെ അതിനെ അപമാനിക്കുക എന്നതാണ് മനോരമ ചെയ്തത്. ശരിക്കും വിഘടനവാദമാണ്, രാജ്യദ്രോഹമാണ് മനോരമ പ്രിന്റഡ് എഡിഷനിൽ ഇത്തരം ഒരു വാർത്ത നൽകിയതിലൂടെ മനോരമ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ നേതാക്കളെ ലോകത്തിന് മുന്നിൽ തന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇവിടെ. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച കടലാമ സംരക്ഷണ കേന്ദ്രം ലഭിക്കുകയാണ് എങ്കിൽ, എന്നാൽ സംസ്ഥാനത്തിന് 2 തരത്തിൽ നേട്ടമാകും എന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ വരുന്നുണ്ട്, എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ചെമ്മീൻ കയറ്റുമതിയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ കാണിക്കുന്ന ഒരു വിമുഖത, അത് മാറാൻ ഇത് വളരെയധികം സഹായിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നാണ്യം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. 2019 മുതൽ കടലാമകളെ സംരക്ഷിക്കുന്നില്ല എന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ അമേരിക്ക വിലക്കുകയാണ്. ചെമ്മീൻ വലയിൽ കുടുങ്ങി കടലാമകൾ നശിക്കുന്നു എന്നായിരുന്നു ഉയർന്ന ഒരു ആരോപണം. അത് ഒഴിവാക്കാൻ ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ഉപയോഗിക്കണമെന്നും US നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ ഇത്തരം വലകളിലൂടെ മത്സ്യങ്ങളും രക്ഷപ്പെടും എന്ന് വാദിച്ച മത്സ്യത്തൊഴിലാളികൾ ഇതിനെ എതിർത്താണ് രംഗത്ത് വന്നത്. കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ തരം ഇതിനുള്ള പകരം സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ വലകളുടെ പ്രശ്നം പരിഹരിക്കാം, ഒപ്പം അബദ്ധത്തിൽ പരിക്കുപറ്റുന്ന കടലാമകളെ സംരക്ഷിക്കാനും ഈ കേന്ദ്രത്തിലൂടെ സാധിക്കും. അങ്ങനെ സംരക്ഷണ കേന്ദ്രം കാണാനും ആമകളെ കാണാനുമായി ടൂറിസ്റ്റുകൾ എത്തുമെന്നതാണ് രണ്ടാമത്തെ നേട്ടം. രാജ്യത്തെ കടലാമ സംരക്ഷണം നന്നായി നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. അവിടെ പല തീരങ്ങളിലും, ഗഹർമാത ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ 5 ലക്ഷത്തോളം ആമകളാണ് സീസണിൽ മുട്ടയിടാൻ എത്തുന്നത്. ഈ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നാണ് വിദേശികൾ എത്തുന്നത്. ഇത് സംസ്ഥാനത്തിന് വലിയ നേട്ടമാകുന്നൊരു കാര്യമാണ്. ലോകത്ത് 7 ഇനം കടലാമകളാണുള്ളത്. ലെതർ ബാക്ക്, ലെഗർ ഹെഡ്, ഹോക്സ് ബിൽ, ഒലിവ് റിച്ചി, ഗ്രീൻ, ഫ്ലാറ്റ് ബാക്ക്, കെംസ് എന്നിവയാണ്. അപ്പൊ ഇതിൽ ഒലിവ് വിസിലാണ് കേരള തീരത്ത് കൂടുതലായി എത്തുന്നത്. ജെല്ലി ഫിഷുകളുടെയും കളകളുടെയും വർധന ഉണ്ടാകാതെ കടലിൽ പരിസ്ഥിതി സന്തുലനം ഉണ്ടാക്കാൻ കടലാമ അനിവാര്യമാണ്. കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പഠിക്കാനും മറ്റു ഗവേഷണങ്ങൾക്കുമൊക്കെ കടലാമകളെ ഉപയോഗപ്പെടുത്താമെന്നുള്ള തരത്തിലുള്ള പല വിലയിരുത്തലുകളും ഈ പദ്ധതി ഒന്ന് വിവാദമായപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള പല രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു വലിയ പദ്ധതി, അത് ചെറിയ നിസ്സാരപ്പെട്ട ഒരു പദ്ധതിയല്ല. രാജ്യത്തിന് നമ്മൾ ആ ആത്മനിർഭർ പദ്ധതിയുടെ കരുത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടതാണ്, രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് കാണുന്നതാണ്. ഓരോ ദിവസവും വളരെയധികം വികസനങ്ങൾ രാജ്യത്തിന് ലഭിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇത്രയധികം ഉയരാൻ തന്നെ കാരണമായത് ഇത്തരം സ്വാശ്രയ പദ്ധതികൾ രാജ്യത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പദ്ധതിയെ, പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ മലയാള മനോരമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ വീണ്ടും ഒന്നുകൂടി പറയാം, ഒരിക്കലും ബഡ്ജറ്റ് വളരെ വലിയൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് വളരെ വലിയ കാര്യങ്ങളാണ് കേരളത്തിന് സമ്മാനിച്ചത് എന്നുള്ള മുട്ടാപ്പോക്ക് വാദങ്ങളൊന്നും നടത്തുന്നില്ല. നിരാശ തന്നെയാണ് സമ്മാനിച്ചത്, അതൊരിക്കലും അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ അവസരത്തിലും രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന ഇത്തരം പദ്ധതികളെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുക എന്നത്, ജനങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ നേതാക്കളെ മോശക്കാരാക്കുക എന്നുള്ളത്, ആ പദ്ധതികളെ മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു
മാധ്യമത്തിനും ചേർന്നതല്ല. ആ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നത് വിഘടനവാദത്തിന് തന്നെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയട്ടെ. എന്തായാലും രാജ്യത്തിനൊപ്പമല്ല മനോരമ എന്ന ദിനപത്രം എന്നത് അവർ ഒരിക്കൽ കൂടി അവരുടെ ഈ ഒരു വാർത്താ അവതരണത്തിലൂടെ, ഈ ഒരു തലക്കെട്ടിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് മനോരമ ഈ ഒരു തലക്കെട്ടിലൂടെയും ഈ ഒരു പ്രചാരണത്തിലൂടെയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.